ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം കുറച്ച് നാൾ മുമ്പ് കുറച്ച് ട്രെൻഡിങ് ആയിരുന്നിരുന്ന ബീഫിൻ്റെയും കുഞ്ഞുള്ളിയുടെയും ഒരു റെസിപ്പിയാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കണം. ഇടിച്ച മുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് എരിവുള്ള ഇടിച്ച മുളകാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിന് കളർ കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. കളർ കുറവായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/4 കിലോ ഉള്ളി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഫുൾ നമ്മൾ നല്ലോണം വറ്റിച്ചെടുക്കണം. ചില ആളുകൾ റോസ്റ്റ് പോലെ യൂസ് ചെയ്യും. നമ്മൾ ഇത് ഫ്രൈ പോലെയാണ് ഇവിടെ ആക്കാൻ പോണത്. അപ്പോൾ ഞാനത് നല്ലോണം വറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു ഫ്രൈയിങ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വറ്റിച്ചെടുത്താൽ മതി. വറ്റിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും നമ്മുടെ ഗീ റൈസ് ഇല്ല സാധാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേളിൽ കുറച്ച് കറിവേപ്പിലയും സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.